നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറും മക്കളും, പ്രത്യേകിച്ച് അഭിനേത്രിയായ മൂത്ത മകൾ അഹാന കൃഷ്ണനും നേരിടുന്ന സൈബർ ആക്രമണം, ഇവർ നടത്തുന്ന പ്രതികരണങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട്. പലപ്പോഴും കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനെല്ലാം കണക്കിന് മറുപടിയും താരകുടുംബം നൽകാറുണ്ട്. ഇപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും നടിയുമായ പ്രാപ്തി എലിസബത്തിനെതിരെ അഹാന നടത്തിയ പ്രതികരണമാണ് ചർച്ചയാകുന്നത്. അഹാനയുടെ കുടുംബ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് വിമർശിച്ച് പ്രാപ്തി എത്തിയിരുന്നു. കുടുംബത്തെ ഇസ്രായേൽ അനുകൂലികൾ എന്ന് വിളിച്ചതിനെതിരെയായിരുന്നു അഹാനയുടെ പ്രതികരണം. ഒരാളുമായി വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ അവരുടെ കുടുംബത്തെ വലിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായ ഭിന്നത പ്രദർശിപ്പിക്കുന്നത് അറപ്പുളവാക്കുന്നതും മൂന്നാം കിടയുമാണെന്ന് അഹാന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. മറ്റൊരാളുമായി രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. എന്നാൽ അതിലേക്ക് അവരുടെ കുടുംബത്തെ വലിച്ചിഴക്കുന്നത് തീർത്തും അരോചകവും വെറും മൂന്നാംകിട പ്രവൃത്തിയുമാണ്. അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തിനായി ഞങ്ങളുടെ കുടുംബ ഫോട്ടോ തപ്പിയെടുത്ത നിങ്ങളുടെ പ്രവൃത്തി ആലോചിക്കുമ്പോൾ നിങ്ങളെ ഒരു സമയത്ത് ഞാൻ പിന്തുണച്ചിരുന്നല്ലോ എന്ന ചോദ്യമാണ് മനസ്സിൽ വരുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ലോകം നന്നാക്കുന്നതോ മറ്റൊരാളെ അപമാനിക്കുന്നതോ അതോ വെറും ശ്രദ്ധ ക്ഷണിക്കലോ? ഒരിക്കൽ നിങ്ങളുടെ അഭ്യുദയകാംക്ഷയായി നിങ്ങൾ ഇത്രയും തരം താഴുന്നത് കാണേണ്ടി വരുന്നത് അത്യന്തം ഹൃദയഭേദകം തന്നെയാണ്. ഫെമിനിസം, തുല്യത, മനുഷ്യത്വം എന്നിവയെപ്പറ്റി ഒരുപാട് പറയുന്ന നിങ്ങൾ ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് കാണിച്ചു തരുന്നത്. ഒരിക്കൽ നിങ്ങളുടെ അഭ്യുദയകാംക്ഷയായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിങ്ങൾ നടത്തിയ ഈ പ്രവൃത്തി ഹൃദയഭേദകമാണ്. എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം കണക്കിലെടുത്ത് ദിവസേന മുഖമില്ലാത്ത നിരവധി വിട്ടികൾ എൻ്റെ അമ്മയുടെയും അനുജത്തിമാരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വെറുപ്പ് തുപ്പുന്നുണ്ട്. ഞങ്ങൾ വ്യത്യസ്തരാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും മനസ്സിലാക്കാനുള്ള അടിസ്ഥാനം പോലും അവർക്കില്ല. കുറഞ്ഞപക്ഷം അവർക്ക് മുഖമില്ലെന്നെങ്കിലും വയ്ക്കാം. പക്ഷേ നിങ്ങളുടെ കാര്യമോ? നിങ്ങൾ അതിനേക്കാൾ കഷ്ടമാണ്. ലജ്ജ തോന്നുന്നു. കൃത്യമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിങ്ങൾ ഞാൻ ഇന്ന് അതിനപ്പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റായി പോകും. വീണ്ടും പറയുന്നു, നാണക്കേട്. നിങ്ങൾ കളിയാക്കാറുള്ള മനുഷ്യനെ പോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കുന്നതിൽ ലജ്ജിക്കൂ. ഷെയ്ം ഓൺ യു പ്രാപ്തി എലിസബത്ത് എന്നാണ് അഹാന പറഞ്ഞത്. വംശഹത്യക്കൊപ്പം നിൽക്കുന്നത് വേറിട്ട രാഷ്ട്രീയ ചിന്തയല്ലെന്ന് പറഞ്ഞു കൊടുക്കുക എന്നായിരുന്നു പ്രാപ്തിയുടെ പ്രതികരണം. കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ വിമർശിച്ചാണ് പ്രാപ്തി നടന്റെ കുടുംബ ഫോട്ടോ പങ്കുവച്ചത്. ഇദ്ദേഹത്തിന്റെ 2 മക്കൾ ഈ നിലപാടിനെ അനുകൂലിച്ചവരാണെന്നും പോസ്റ്റിൽ പറയുന്നു. ഇതിനെതിരെയാണ് അഹാന പൊട്ടിത്തെറിച്ചത്. ജാനേമൻ എന്ന സിനിമയിൽ അമ്മു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ താരമാണ് പ്രാപ്തി എലിസബത്ത്. ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളെ ട്രോളുന്ന വീഡിയോ റീൽസുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. നേരത്തെ ഏറ്റവും ഇളയ അനുജത്തിയായ ഹൻസികയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീമിനെതിരെയും അഹാന രംഗത്തെത്തിയിരുന്നു. അഹാനയുടെ സഹോദരിമാരിൽ ഇളയവളായ ഹൻസികയ്ക്കെതിരെയുള്ളതായിരുന്നു റിയാസിന്റെ സ്റ്റോറി. പിന്നീട് റിയാസ് തന്റെ സ്റ്റോറി പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഹൻസികയും കോളേജിലെ സുഹൃത്തുക്കളും ഒരുമിച്ചുള്ള വീഡിയോ മുറിച്ചെടുത്ത് ഹോമോഫോബിയക്കാർ എന്ന് ആക്ഷേപിച്ച് റിയാസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയും അവരുടെ നിഷ്കളങ്കരായ സുഹൃത്തുക്കളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണെന്നായിരുന്നു അഹാന ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇത് ഒട്ടും സഹിക്കാൻ കഴിയാത്ത അറപ്പുളവാക്കുന്ന ടോക്സിക്കായ സൈബർ ബുള്ളിംഗ് ആണ്. നിങ്ങൾ ഫേക്ക് ഫെമിനിസ്റ്റുകളാണ് എന്ന ടാഗ്ലൈനോടെയാണ് അഹാന ഈ കുറിപ്പ് പങ്കുവച്ചത്. കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ വിമർശിച്ചാണ് പ്രാപ്തി നടന്റെ കുടുംബ ഫോട്ടോ പങ്കുവച്ചത്. ഇദ്ദേഹത്തിന്റെ 2 മക്കൾ ഈ നിലപാടിനെ അനുകൂലിച്ചവരാണെന്നും പോസ്റ്റിൽ പറയുന്നു. ഇതിനെതിരെയാണ് അഹാന പൊട്ടിത്തെറിച്ചത്.